السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. സഹോദരിമാരെ, ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന എന്നാൽ നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകുന്ന ഒരു ശീലത്തെ കുറിച്ചാണ്. നന്ദിയുള്ളവരായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണോ നമുക്ക് ലഭിച്ച കാര്യങ്ങളെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കാറുള്ളത്? പരാതികൾ നമുക്ക് ഒരുപാടുണ്ടാകും പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉള്ള കാര്യങ്ങൾക്ക് ഒന്ന് ശുക്ർ പറഞ്ഞു നോക്കൂ. ജീവിതം എത്ര മനോഹരമാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയും. രാവിലെ ഉണരുമ്പോൾ നമുക്ക് അള്ളാഹു ശ്വസിക്കാൻ വായു തന്നു, നമ്മൾ ഉണർന്നു. നമ്മൾക്ക് കിടന്നുറങ്ങിയ ഒരു വീടുണ്ട്, നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്. ഇതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? വലിയ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങളിൽ നന്ദി കണ്ടെത്തുന്നതാണ് യഥാർത്ഥ നമ്മുടെ സമാധാനം, അല്ലെ? മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് നമ്മൾ നിർത്തുക. മറ്റൊരാൾക്ക് ഉള്ളത് നമുക്കില്ലായിരിക്കാം, എന്നാൽ നമുക്കുള്ള പലതും സ്വപ്നം കാണുന്ന ഒരുപാട് പേർ ഇന്ന് ദുനിയാവിലുണ്ട്. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ഒരു 3 കാര്യങ്ങൾ ഓർത്തെടുത്ത് നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു അൽഹംദുലില്ലാ പറഞ്ഞു തന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്? എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു വേർഡാണല്ലേ. വെറും താങ്ക് യു പറയലാണോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നമ്മൾ തിരിച്ചറിയുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ആ നന്മകൾ ശരിയായ വഴിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുതരം മൈൻഡ് സെറ്റ് ആണ്, നമ്മൾ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഹംദ് പറയുക. നമ്മുടെ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഒരു ഹംദിലൂടെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു അൽഹംദുലില്ലാ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് പവർഫുൾ വേർഡ്. നന്ദി, താങ്ക് യു എന്നത് ഒരു ചെറിയ വേർഡ് ആണെങ്കിലും അത് നമുക്ക് ആരോടും പറയാൻ കഴിയണം. അത് തുടങ്ങേണ്ടത് എവിടുന്ന? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ നിന്നാകുമ്പോൾ അത് അത്രയും നല്ലതാണ്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്കാണ് നമുക്ക്. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ എല്ലാവരോടും, മക്കളോടും ഭർത്താവിനോടും എല്ലാം പറയാൻ നമുക്കൊരു വല്ലാത്തൊരു മടിയാണ് താങ്ക്സ് എന്ന് പറയാൻ വേണ്ടിട്ട്. ഒരു വിശ്വാസിയായ നമ്മളോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്താണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയും? ഉറക്കം എന്ന ചെറിയൊരു മരണത്തിൽ നിന്ന് ഉയർത്തി നമുക്ക് ലഭിച്ച ശ്വാസം, നമ്മൾ എണീറ്റു. നമ്മൾ ആ ബെഡിൽ നിന്ന് കാല് താഴ്ത്തി വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എത്ര ഹംദ് പറയണം. നമ്മൾ ഉറക്കം എണീച്ച് ആ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര ഹംദ് പറയാൻ പറ്റും. നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് തന്നെ നമുക്ക് പറയാൻ ഏറ്റവും ഹംദ് പറയാം. നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ അതും ചെയ്യാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി നമുക്ക് 3 കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഇന്നും പരാതിയിലാണ്. നമുക്ക് എപ്പോഴും പരാതി പറയരുത്. നമ്മൾ നമ്മുടെ പരാതി കുറച്ച് നോക്കും, നമുക്കുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ കാണാൻ ശ്രമിക്കും. നമ്മൾക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ 3 രീതിയിൽ നമുക്ക് ശുക്ർ 3 നിലകളിലാണ് ഇസ്ലാമിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒന്ന്, ഹൃദയം കൊണ്ട് നമുക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാം. ശുക്റും ബിഖൽബ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചുമതല.
നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് ഈ മൊബൈലിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്നത്, അതും നമ്മുടെ അനുഗ്രഹം. ഈ ക്ലാസ്സും ഈ ഓൺലൈൻ മീറ്റിങ്ങും ഒക്കെ നമുക്ക് വന്ന ഒരു ഭവിഷ്യത്തിൽ നിന്നുണ്ടായി. എന്താ നമ്മൾ പറഞ്ഞ കൊറോണ. പക്ഷെ കൊറോണ മൂലം നമുക്ക് ഇപ്പൊ എന്തൊരു അനുഗ്രഹം, നമുക്ക് ഒരുപാട് ക്ലാസ് കേൾക്കാൻ പറ്റുന്നു, നമുക്ക് അള്ളാഹുവിനെ അടുക്കാൻ പറ്റുന്നു. എന്തൊക്കെ അനുഗ്രഹങ്ങളാ. എവിടേക്കോ ഉള്ള ആൾക്കാർ, എവിടെയുള്ള ആൾക്കാരെല്ലായിട്ടാണ് നമ്മൾ ബന്ധം. അപ്പൊ നമ്മൾക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളും നമുക്കത് ആസ്വദിക്കാൻ കഴിയണം. അത് സൂറത്തുൽ നഹ്ലിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹമായി ആസ്വദിക്കുന്ന എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കുക. ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമുക്കൊരു സാധനം വളരെ ഇഷ്ടത്തോടെ നമുക്ക് തന്നു. അതൊരു ഡ്രസ്സോ അബായ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എന്താക്കി, അയാൾ അവിടെ വെച്ച് തന്നെ ഒരിക്കൽ പോലും അയാളുടെ മുന്നിലൊന്നും ധരിക്കാതെ, അത് നമ്മളൊരു വിലയും കൽപ്പിക്കാതെ വേറെ ഒരു അലക്ഷ്യമായി ഇട്ടാൽ, നമ്മൾ അടുത്ത ആള് നമുക്കൊരു സാധനം തന്നിട്ട് നമ്മളത് ഒന്നും ഉപയോഗിക്കാതെ അലക്ഷ്യമായി ഇട്ടാൽ നമുക്ക് അയാൾക്ക് ആ രീതിയിലുള്ള സമീപനം അയാൾക്ക് ഒരു വിഷമം ഉണ്ടാക്കൂലേ. എന്നാൽ നമ്മൾക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് ഒരു അബായാണെങ്കിൽ അത് നമ്മൾ അവരെ മുന്നിലിട്ട് നമ്മൾ അത് എത്ര സന്തോഷത്തോടെ എത്ര താങ്ക്ഫുൾ ആയിട്ട് വാങ്ങുകയും അതിന് നമ്മൾ ആ ലഭിച്ച സമയത്തുണ്ടാകുന്ന നമ്മുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അയാൾക്ക് ആ ഗിഫ്റ്റ് നമ്മൾക്ക് ഇനിയും ഗിഫ്റ്റ് തരാൻ തോന്നും. അതേപോലെ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന റബ്ബിനോട് നമ്മൾ അത് ആസ്വദിക്കാതെ ഇന്ന് പരാതിയിലൂടെ ആണെങ്കിൽ നമ്മളുടെ റബ്ബിന് നമുക്ക് ഇനി തരാൻ തോന്നോ? നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹ് തന്നിട്ടുള്ളത്. നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും ഓരോ ഗിഫ്റ്റുകളാണ്. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണുന്നത്. നമ്മളെ മുടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മുടി നമ്മുടെ കിരീടമാണ്. നമ്മൾ ആരും മുടിക്ക് വേണ്ടി ശുക്ർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ മുടിനെ കൃത്യമായി കെയർ ചെയ്യാറുണ്ടോ? അത് നമുക്കുണ്ട്. അതും നമുക്ക് തന്ന ചെറിയ ഒരു അനുഗ്രഹം പോലും അത് നമ്മൾ കെയർ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കെങ്കിലും മുടിയുണ്ട് അതിനെ കെയർ ചെയ്യുക, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. റസൂല് അതിനെ നന്നായി കെയർ ചെയ്യാറുണ്ട് എന്ന് ചില ഹദീസുകളിൽ കാണാം. മുടി ഇല്ലാത്തവർക്കറിയാം അതിന്റെ വിഷമങ്ങൾ. കഷണ്ടി ആയിട്ടുള്ള ആൾക്കാരല്ലോ, നമ്മുടെ സ്ത്രീകളിൽ തന്നെ ചില ആളുകൾ മുടി പോയാൽ ഭയങ്കര വിഷമം. നമുക്കോ അൽഹംദുലില്ലാ നമുക്ക് മുടിയുണ്ട്. അത് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, എന്ത് ചെറിയ അനുഗ്രഹങ്ങളായാലും അത് നമ്മൾ കെയർ ചെയ്യണം. നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും നമ്മൾ നന്ദിയോടെ, ഇത് എന്റെ കഴിവല്ല, ഇത് എന്റെ സൃഷ്ടാവായ റബ്ബ് തന്നതാണ്. നല്ല മുടിയുണ്ടെന്ന് വെച്ചിട്ട് അതെന്റെ കഴിവാണോ? അല്ല, അത് എനിക്ക് എന്റെ അള്ളാഹ് തന്നതാണ്. അതുകൊണ്ട് അതിനെ ഞാൻ സംരക്ഷിക്കണം എന്നൊരു തോട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമുക്ക് ഹൃദയം കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കണം. നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയതാണ്. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് നന്ദി കാണിക്കുകയാണ് വേണ്ടത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ നന്ദി കാണിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ട്? നമുക്കിപ്പോ ഒരു വസ്ത്രം ലഭിച്ചു, അത് നമുക്ക് പുതിയ ഒരു വസ്ത്രം ലഭിച്ചു, നമ്മൾ അള്ളാഹുവിനോടുള്ള നമ്മൾ വിചാരിക്കുന്ന വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്നതിന് മുമ്പ് അതിടാം. അത് ഒരു തരം നമ്മളെ ഹൃദയം കൊണ്ടുള്ള നന്ദി കാണിക്കലാണ്. നമുക്ക് ലഭിച്ച നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള് എല്ലാവർക്കും നന്മ ചെയ്യൽ, അത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ നന്ദി കാണിക്കലാണ്. നന്ദിയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് ലഭിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ അറിവ് പോലും അത് ഉപയോഗിച്ച് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ, അത് നമുക്ക് ഹൃദയം കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കലാണ്. നമുക്ക് ലഭിച്ച ഏതൊരു അനുഗ്രഹം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിനെ ആദരിച്ച് അതിനെ നമ്മൾ ബഹുമാനിക്കുക, ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടാക്കുക. അതാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി. ഇനി അടുത്തതായിട്ട് നാവ് കൊണ്ടുള്ള നന്ദി. അനുഗ്രഹത്തെ എടുത്തു പറയൽ, അതിനെ വാഴ്ത്തലും പുകഴ്ത്തുകയും ചെയ്യുക. സൂറത്തുൽ ദുഹായില് അവസാന ആയത്ത് 11-ാമത്തെ ആയത്ത്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്,
നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നീ സംസാരിക്കുകയും ചെയ്യുക. നല്ല കാര്യങ്ങള്, ഉപകാരങ്ങള്, ഗുണങ്ങള് എന്ത് ചെയ്താലും അത് എടുത്തു പറയുക. ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല കൗൺസിലർമാരും പറയുന്നതുണ്ട്, ദമ്പതിമാർക്കിടയിൽ ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന്. ശരിയാണ്, ആർക്കും പരസ്പരം നന്ദിയില്ല, പരാതികൾ മാത്രമാണ്. നമുക്ക് അവർ എന്ത് കാര്യം ചെയ്തു തന്നാലും നമ്മൾ പരാതിയാ പറയുന്നത്, അവരുടെ നന്മകൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മള് ഒരു നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുത്ത് അവര് നമ്മൾ കുറ്റം പറയുന്നതാണോ, അല്ലെങ്കിൽ അവരൊരു ചിരിച്ച് നല്ല ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം. അതുപോലെ തന്നെയല്ലേ തിരിച്ചും, അവരെന്തൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമുക്ക് എന്ത് സാധനം കൊണ്ടു തന്നാൽ അതിൽ ആദ്യം എന്ത് കുറ്റമുണ്ട്, ആ കുറ്റങ്ങൾ നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് പകരം നമുക്ക് എന്താണ് അവർ കൊണ്ട്, ഒരു ചെറിയ ഒരു ആപ്പിൾ കൊണ്ടുവന്നാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒന്നും നോക്കണ്ട, കയ്യിൽ കിട്ടുമ്പോൾ തന്നെ താങ്ക്സ്. അത് പറഞ്ഞു നോക്കുന്ന ദമ്പതിമാർക്ക് നമുക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറും. നമ്മൾ അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും നന്ദി കൊടുക്കുകയും നന്ദി കാണാൻ ശ്രമിക്കുകയും ചെയ്താൽ അവിടെ നമുക്ക് അവർക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അവരും നമ്മളും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, നമ്മളെ മനസ്സിലെന്താണ്, ഞാൻ എന്തുണ്ടാക്കി കൊടുത്തിട്ടും എന്താ കാര്യം, ഒരു കുറ്റം പറയും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ അതാ ചിന്തിക്കാം, എന്താ കാര്യം, കുറ്റം പറയുമായിരിക്കും അല്ലെ. അങ്ങനെയല്ല, അവരും എന്താ ചിന്തിക്കാം, ഞാൻ എന്ത് കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം, അവൾക്ക് അതിനുള്ള കുറ്റം ഉണ്ടാവും. അതേസമയം അവൾക്ക് ഞാൻ എന്ത് കൊണ്ടു കൊടുത്താലും സന്തോഷം. അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കാം, ഞാൻ എന്ത് ഉണ്ടാക്കിയാലും നമ്മളോട് നല്ലത് പറയും, സന്തോഷം, അൽഹംദുലില്ലാ. നമ്മളെ വീട്ടിലുള്ള മാതാപിതാക്കളോട് നമ്മളൊരു താങ്ക്സ് ഒക്കെ ഇടയ്ക്ക് പറയാം. അവര് നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, അവരോട് നമ്മൾ താങ്ക്സ് പറയുമ്പോൾ അവർക്കും സന്തോഷം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ നമുക്ക് താങ്ക്സ് പറയുമ്പോൾ അത് നമ്മള് ഉമ്മാനോട് താങ്ക് യു പറയുമ്പോൾ അത് നമ്മള് റബ്ബിനോടും കൂടി പറയാം. നമുക്ക് നല്ല ഉമ്മാനെ തന്നതിന്, ആ ഉമ്മ വെള്ളം എടുത്ത് തരാനുള്ള ആരോഗ്യം കൊടുത്തതിന്, എല്ലാം നമ്മൾ നന്ദി പറയുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾക്ക് ഈ നന്ദി പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ ചെറിയ മക്കൾ ഉണ്ടാവുമല്ലോ, അവരോട് നമുക്കിപ്പം പോയിട്ട് നമ്മളെ മക്കളോടും അല്ല ഉമ്മാനോടെല്ലാം ഭർത്താവിനോടെല്ലാം താങ്ക്സ് പറയുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ചമ്മലായിരിക്കും. കാരണം നമുക്കിത് ശീലമില്ലല്ലോ ഈ പറയുന്നതൊന്നും. അപ്പൊ നമ്മൾ പോയിട്ട് നമ്മള് വീട്ടിലെ ചെറിയ മക്കൾ, നമുക്ക് ഏറ്റവും പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾ ഉണ്ടാവും, ആ ചെറിയ മക്കൾ എന്തെങ്കിലും ഒരു സാധനം, ഈവൻ നമ്മള് ഒരു മുസല്ല എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ എടുക്കാനോ പറഞ്ഞിട്ട് നമ്മൾക്ക് അത് എടുത്തു തരുമ്പോൾ നമ്മളൊന്ന് താങ്ക് യു പറഞ്ഞോക്കെ, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു ഹാപ്പിനെസ് നമുക്കും കാണുമ്പോൾ സന്തോഷ, അവർക്കും സന്തോഷ. അതെല്ലാം നമുക്ക് ശരിക്കും അതിലൊരു മോട്ടിവേഷനാണ്, ഒരു സ്ട്രെസ് പോകും നമ്മുടെ. അപ്പൊ നമ്മൾ ഇനി മുതൽ നാവ് കൊണ്ട് താങ്ക് യു, അൽഹംദുലില്ലാ, ജസാക്കില്ലാ ഖൈർ എന്നൊക്കെ പറയാൻ ശ്രമിക്കാം. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അത് നമ്മുടെ ബന്ധത്തിനെ ദൃഢമാക്കും. അത് നമുക്കിടയിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കും. നമ്മുടെ കുറവുകൾ മാത്രം കാണുന്ന, പരാതികൾ പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറിക്കിട്ടും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ലാ പറയുകയല്ലേ ചെയ്യുന്നത്. അൽഹംദുലില്ലാ പറയുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ സന്തോഷങ്ങളാണ് ഉണ്ടാവുക. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് നന്ദി പറയുക, അവർ അള്ളാഹുവിനും നന്ദി പറയും. മനുഷ്യർക്ക് നന്ദി പറയാത്തവർ അവർ അള്ളാഹുവിനും നന്ദി പറയില്ല. നമ്മൾ ഇവിടെ നിന്ന് താങ്ക്സ് പറഞ്ഞ പിന്നെ നമുക്കൊന്നും അൽഹംദുലില്ലാ പറയാനുള്ള ഒരു ഇത് നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കിട്ടുന്ന, നമ്മുടെ മുന്നിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കുക. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ് ശുക്റും ബിൽ ലിസാൻ, നന്ദി നാവ് കൊണ്ടുള്ള ശുക്ർ. നാവ് കൊണ്ട് സ്മരിക്കുന്ന സമയത്ത് ആ നന്ദിയുടെ പ്രകടനമാണ്. പ്രകടിപ്പിക്കാത്ത നന്ദി സ്നേഹമല്ല. നമ്മുടെ ഭർത്താവിനറിയോ, നമുക്ക് അറിയാം, അവരെല്ലാം കൊണ്ടുതരുന്നതിനെല്ലാം നമുക്ക് നന്ദിയുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അവരോട് താങ്ക് യു ഒന്നും പറയുന്നില്ല. അപ്പൊ എന്തുണ്ട്, അവരറിയുന്നില്ല. അതെങ്ങനെയാണെന്നറിയോ, നമ്മളിപ്പോ നമ്മളെ ഭർത്താവിന് തന്നെ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ വാങ്ങി നല്ല കവറിലെല്ലാം ആക്കി നല്ല ഒരു ബോക്സ് ആക്കി നന്നായിട്ട് വെച്ചു. പക്ഷെ അത് നമ്മൾ എവിടെ കൊണ്ടുവെക്കണം, അവരൊന്നും കാണാത്ത ഒരു ഷെൽഫിന്റെ ഉള്ളിൽ. അവിടെ എന്താ, അവരറിയുന്നുണ്ടോ നമ്മൾ ആ ഗിഫ്റ്റ് അവർക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്? അവര് നമ്മളെ സ്നേഹം തിരിച്ചറിയോ? അതെന്താണ്, അത് നമ്മൾ കൊടുക്കണം, അപ്പോഴേ നമുക്കത് പ്രകടിപ്പിക്കും. സ്നേഹമായാലും ശുക്റായാലും എന്തായാലും നമ്മൾ അത് പ്രകടിപ്പിക്കണം. അതും ജീവിക്കുന്ന സമയത്ത് തന്നെ.
ചില ആളുകൾ പറയുന്ന കേൾക്കാം, നമ്മള് സ്ത്രീകൾ ഭർത്താക്കന്മാരെ രണ്ട് സമയത്താണ് നല്ലത് പറയാം. ഒന്ന് കല്യാണത്തിന് മുമ്പും, പിന്നെ ഒന്ന് മരിച്ചതിന് ശേഷം. കാരണം കല്യാണത്തിന് മുമ്പ് നമ്മളെപ്പോഴും അവരെ കുറിച്ച് നമുക്ക് നല്ലത് പറയാനുള്ള ഒരു ടെൻഡൻസി ആണല്ലേ. അവരെന്ത് ചെയ്തു തന്നാലും നമുക്ക് നല്ലതായിട്ടേ തോന്നും. മരിച്ചതിന് ശേഷവും അത് വേണോ? നമ്മളെ കൂടെ ഉള്ളപ്പോൾ, നമ്മളെ കൂടെ ജീവനോടെ ഉള്ള സമയത്തിന് അവര് കേൾക്ക്, അവരുടെ സമാധാനത്തിനായി, അവരുടെ സന്തോഷത്തിനായി നമുക്ക് നന്ദി പറയാൻ പറ്റണ്ടേ? പിന്നെ ഇതാണ് നാവ് കൊണ്ട്. ഇനി നമ്മളെല്ലാവരും നമുക്ക് ആരെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ റബ്ബ് നമുക്കെല്ലാം തന്ന നമ്മുടെ ലോകരക്ഷിതാവായ റബ്ബിന് നമ്മളെപ്പോഴും നന്ദി ഉണ്ടാവുക. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നന്ദി പറയാനും പറ്റും. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് മൂന്നാമത്തെ തലമാണ് അമല് കൊണ്ടുള്ള നന്ദി. വായ കൊണ്ട് പറയുന്നതിനോടൊപ്പം തന്നെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മളുടെ താങ്ക് യു അത് വെറും വാക്കുകളായിട്ട് മാറും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവന് തൃപ്തിയാകുന്ന വിധത്തിൽ ഉപയോഗിക്കുക. അതാണ് അമലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അള്ളാഹു നമുക്ക് കണ്ണ് നൽകി, കാത് നൽകി, നമുക്ക് സംസാരിക്കാൻ നാവ് നൽകി. അതൊക്കെ അത് അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് ഉപയോഗിക്കാൻ. നമ്മൾക്ക് കണ്ണ് നൽകി, ആ കണ്ണിലൂടെ നമ്മൾ മോശം കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ല. കണ്ണിന് നമുക്ക് നമ്മളിപ്പോ കാണുന്ന ആ കാഴ്ച എല്ലാം അത് അള്ളാഹുവിന്റെ തൃപ്തിയിലുള്ളതാകാൻ നമുക്ക് ശ്രമിക്കാം. ഞാനും നിങ്ങളും എല്ലാം ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമുക്കാർക്കും എല്ലാം എപ്പോഴും പറയാൻ കഴിയുന്നില്ല നമ്മൾ ആരും ഈ ഒരു രീതിയിലാണെന്നുള്ളത്. നമുക്കറിയാം കണ്ണിന്റെ ഒക്കെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല്, ചില ആളുകൾ പറയും എനിക്ക് വൈകുന്നേരം ആയാല് കളറ് തിരിച്ചറിയാൻ കഴിയില്ല, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കളറ് തിരിച്ചറിയില്ല, അല്ലെങ്കിൽ ഈവനിങ് ആയാലും എനിക്ക് കണ്ണ് കാണൂല, അല്ലെങ്കിൽ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, കണ്ണിന്ന് വെള്ളം വീഴും. അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുറെ ഹറാമുകൾ കാണുന്നു, നമ്മുടെ മുന്നിൽ റീൽസിന്റെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിലായിട്ട് അതിനെ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ സമയം, അള്ളാഹു നമുക്ക് നൽകിയ സമയം, അതിനും നമ്മൾ ശുക്ർ ചെയ്യുക. ശരിക്കും നമ്മളുടെ സമയം എങ്ങനെയൊക്കെ പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ. അപ്പോ നമുക്കിപ്പോ നമ്മൾ കിച്ചണിലെ പണികൾ എടുക്കും, വീട്ടിലെ പണികൾ എടുക്കും, എല്ലാം ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു ഇബാദത്തായിട്ട് മാറ്റാം. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് ചായ ആക്കുമ്പോൾ തന്നെ ബിസ്മിയും കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു നിയത്തോടു കൂടി തന്നെ നമ്മളെ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ഒരു പ്രാർത്ഥന കൊണ്ടുവരാം. അള്ളാഹു, ഞാൻ ഈ ആക്കുന്ന ഭക്ഷണം എന്റെ ഭർത്താവിനും മക്കൾക്കും സന്തോഷം നൽകാനും അത് ആരോഗ്യം നൽകാനും ഉള്ളതാക്കണേ. അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അമല് കൊണ്ടാണ് നമ്മൾ അവിടെ നന്ദി കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരുപാട് കാലമായിട്ടുള്ളവരായിരിക്കും, മിഷ്കാത്തിലൊക്കെ ഉള്ളവരല്ലേ നമ്മളെല്ലാവരും. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് അറിവ്. അത് നമുക്ക് എങ്ങനെ അമലാക്കാം? നമുക്ക് ലഭിച്ച അറിവിനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണം. നമ്മളെല്ലാം പഠിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെപ്പോഴും പറയാൻ ശ്രമിക്കാം. നമുക്ക് ഒരു ചെറിയൊരു അറിവുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് അമലാക്കാം, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഉപകാരപ്രദമല്ലാത്ത അറിവ് അത് ഉപകാരപ്രദമാവുന്നത് എങ്ങനെയാ? നമ്മൾ അറിഞ്ഞ അറിവ് നമ്മളുടെ അമലാക്കുക, എന്നിട്ട് നമ്മൾ അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് നന്ദിയുള്ളതാകുമ്പോൾ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യാം. നമ്മൾ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അത് വർദ്ധിക്കുകയും ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സമയം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്താണോ നമുക്ക് കൂടുതൽ നൽകിയത്, നമുക്കിപ്പോ ചില ആൾക്കാർക്ക് പ്രസംഗിക്കാൻ കഴിയും, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, ദാവയിൽ ഇഷ്ടപ്പെടുന്നവർക്കണം, ചിലവർക്ക് സോഷ്യൽ വർക്കായിരിക്കും ഇഷ്ടം, മറ്റുള്ളവരെ സഹായിക്കാൻ. അന്ന് നമുക്ക് എന്താണോ തന്ന കഴിവ് അത് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ അതിന് നന്ദിയായിട്ട് അത് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരിക. ഇന്നിപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അമല് കൊണ്ടും എങ്ങനെ നന്ദിയുള്ളവരാകാം എന്ന് ശ്രമിച്ചു. ഇനി നമുക്ക് അള്ളാഹു നൽകിയൊരു വാഗ്ദാനമുണ്ട് സൂറത്തുൽ ഇബ്രാഹിമിൽ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും.
എന്താണ് റബ്ബ് നമ്മളോട് പറയുന്നത്? പണമാണോ? ഒരിക്കലുമല്ല അല്ലെ. പണവും വേണം, പക്ഷെ നമുക്ക് നൽകുന്നത് സമാധാനം, സന്തോഷം, ബന്ധങ്ങൾ എന്നിവയിലെല്ലാം ബർക്കത്തുണ്ടാവും. നന്ദി എന്നത് ഒരിക്കലും നമ്മൾ നന്ദി എന്നുള്ളത് ഒരു വാക്ക് മാത്രം കാണാൻ പറ്റില്ല. അതൊരു നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായിട്ട് തന്നെ മാറ്റണം. നന്ദിയുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. നന്ദി പറഞ്ഞാൽ, നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നന്ദി പറഞ്ഞാൽ തന്നെ അള്ളാഹു നമ്മളോട് ഒരു വാഗ്ദാനം നൽകി. എന്ത്? നമുക്ക് മനസ്സമാധാനം വർദ്ധിപ്പിക്കും, നമ്മളെ റിസ്ക് വർദ്ധിപ്പിക്കും, ബന്ധങ്ങളിലും ബർക്കത്തുണ്ടാവും. അള്ളാഹു നമുക്ക് എല്ലാത്തിലും ബർക്കത്ത് തരാൻ അള്ളാഹു നമുക്ക് നന്ദി വർദ്ധിപ്പിക്കുന്ന അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നന്ദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവൻ നിസ്കരിക്കും, കാലിന് നീര് വരുന്നത്. അപ്പൊ ആയിഷ ബീവി ചോദിക്കും, എന്താ റസൂലെ, പാപങ്ങൾ ചെയ്യാത്തതല്ലേ നിങ്ങൾ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ റസൂല് ആയിഷ ബീബിനോട് പറഞ്ഞു, നന്ദിയുള്ള അടിമയാകണ്ടേ? നമ്മൾ എന്താ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളുണ്ടോ നന്ദി കാണിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു കാര്യമുണ്ട്, നാവ് കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ പറ്റി എപ്പോഴും പുകഴ്ത്തി പറയും. റസൂലിന് ഇഷ്ട അവരെ പറ്റി പറയാൻ. അപ്പോഴും ആയിഷ ബീബി ചില അസൂയോട് പറയും, അവരെന്തിനാ പറയുന്നത്, ഞാനില്ലേ. റസൂൽ പറയും, ഖദീജ ബീവി റസൂലിന് നൽകിയ സപ്പോർട്ടും അവരിൽ നിന്നാണ് റസൂലിന് മക്കൾ ഉണ്ടായത്. അപ്പൊ അവിടെയൊക്കെ റസൂലൊക്കെ അതൊക്കെ ഇങ്ങനെ ആയിഷ ബീവിക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂൽ അവിടെയൊക്കെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ഇനി നന്ദി പറയുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. നമ്മളെ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം. നമ്മൾ സുഖം ലഭിച്ചാല്, നമുക്ക് അനുഗ്രഹം ലഭിച്ചാലും നമ്മൾ നന്ദി പറയും. പക്ഷെ നമ്മൾ പരീക്ഷണം വന്നാലോ അവിടെ നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. നന്ദിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം വിജയിച്ചു അല്ലെ. നന്ദി പറയുന്ന ആളുകൾ കൂടുതൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ കൂടുതലായിട്ട് ഓർക്കുന്നു. നമ്മുടെ ഈമാൻ ശക്തമാകുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിക്കുന്നു. ഈമാനിന്റെ മാധുര്യാണ് നമ്മൾ അവിടെ അനുഭവിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിന് സമാധാനം നൽകുന്നത്. നമ്മുടെ മനസ്സിന് സമാധാനം നൽകാനും ഗ്രാറ്റിറ്റ്യൂഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ മനസ്സിന് എങ്ങനെ ഈ സമാധാനം ലഭിക്കുന്നത്? മനസ്സ് എപ്പോഴും ഒരു അസ്വസ്ഥതയാണ് അല്ലെ. നമ്മുടെ മിക്കരുടെയും മനസ്സ് ഒരു കംപ്ലൈന്റ് മൈൻഡ് സെറ്റ് ആണ് എപ്പോഴും. അത് നമ്മൾ ഈ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, നമ്മളെ പരാതികളെല്ലാം മാറിയിട്ട് നമ്മളിൽ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ട് നിൽക്കും. കാരണം അനുഗ്രഹങ്ങൾക്ക് നന്ദി ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഇപ്പൊ ഇവിടെയോ അതെ, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അതേസമയം നമ്മൾ കംപ്ലൈന്റ് മൂഡിലാണെങ്കിലോ, നമ്മളെപ്പോഴും എനിക്കിതില്ല, അവർക്ക് അങ്ങനെയുണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ കാറുണ്ട്, അതുണ്ട് ഇതുണ്ട്. അപ്പോ അതൊക്കെ നമ്മുടെ പരാതികളാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കംപ്ലൈന്റ്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? നമുക്ക് കാണാം നമ്മുടെ മുന്നിൽ അൽഹംദുലില്ലാഹ് നമുക്കൊരു വീടുണ്ട്, നമുക്ക് മക്കളുണ്ട്. നമ്മൾ ആ സമയത്ത് നമുക്ക് വീടില്ലാത്തവരെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ലഭിച്ചതിന്റെ വില അറിയണമെങ്കിൽ ചില സമയത്ത് നമുക്ക് അത് നഷ്ടപ്പെട്ടു പോയാലേ അറിയാം. നമുക്ക് ഇത്രത്തോളം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ദാമ്പത്യത്തിൽ, അത് നമ്മുടെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് ചില സമയം നമ്മളെപ്പോഴും വഴക്കും പരാതിയൊക്കെ ആയിരിക്കും. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദനകൾ അറിയാം. അപ്പൊ നമ്മൾ എന്താക്കാം? നമ്മൾ ആ കംപ്ലൈന്റ്സ് നമ്മൾ എപ്പോഴും പറയുന്നത് എല്ലാ നിമിഷവും നമ്മൾ ഹംദ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കാൻ അള്ളാഹ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവും. അവർക്ക് ആ ശ്വാസതടസ്സം സംഭവിക്കുമ്പോഴേ അവർക്ക് അറിയാം ആ ശ്വാസത്തിന്റെ ഒക്കെ വാല്യൂ. ചില ആൾക്കാർക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുണ്ടാവും. അപ്പൊ നമുക്ക്
നമ്മൾ നമ്മളിൽ തന്നെ നോക്കുക. നമ്മൾ പരാതികൾ ഇല്ലാത്ത ഒരാളായി മാറും. നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. കംപ്ലൈന്റ് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും ഫോക്കസ് ചെയ്യുക അവരുടെ ലോസിലേക്കാണ്, അവരുടെ ഇല്ലായ്മയിലേക്കാണ്. ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള എല്ലാ ആൾക്കാർക്കും അവരുടെ മനസ്സ് എപ്പോഴും ബ്ലെസ്സിങ്സ്, അവരുടെ അനുഗ്രഹങ്ങളിലേക്ക് പോവാ. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമുക്ക് കിട്ടിയ സന്തോഷത്തിലേക്ക്, നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിലേക്കായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നമ്മുടെ റസൂൽ തന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മുടെ താഴേക്കുള്ളവരിലേക്ക് നോക്ക്, നമ്മൾ ഒരിക്കലും മേളിലേക്കുള്ളവരിലേക്ക് നോക്കരുത്. നമ്മളിപ്പോ ഒരു കാറിൽ പോകുന്നു, നമ്മൾ ഇടതുവശത്ത് ഒരു പ്രീമിയം കാർ, നമ്മുടെ കാറിനേക്കാളും നല്ലൊരു കാറ് നമ്മൾ വലതുവശത്ത് നമ്മളിങ്ങനെ കാണുന്നു. അതേസമയം നമ്മൾ ഇടതുവശത്ത് നോക്കുമ്പോൾ ഒരു ഉമ്മയും ഒരു മോനും കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നത്, നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം, അൽഹംദുലില്ലാ, നമുക്ക് ഇന്ന് വെയിൽ കൊള്ളാതെ യാത്ര ചെയ്യാൻ നമുക്കൊരു കാറുണ്ട്. അവിടെയാണ്, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ഹംദ് പറയുമ്പോൾ നമ്മളുള്ളിൽ ഒരു പോസിറ്റീവ് ഇതന്നെ ഉണ്ടാവും. ആ പോസിറ്റിവിറ്റിയാണ് നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള എനർജിയും. നമ്മൾ എന്താക്കാം, നല്ല മനസ്സോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക തന്നെ ചെയ്യാം. നമ്മൾ പോസിറ്റീവായി നമ്മുടെ ചിന്തകൾ മാറും. നമ്മൾ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ വീട്ടിൽ, ഇപ്പൊ എല്ലാരും പറയുന്നില്ലേ, നമുക്ക് ചുറ്റുമുള്ള ആരും മാറ്റാൻ പറ്റില്ല, നമുക്ക് മാറാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മാറേണ്ടത്. നമ്മുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാൻ അതിന് നമ്മളെ റബ്ബ് സഹായിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് റബ്ബ് പറഞ്ഞില്ലേ, നിങ്ങൾ നന്ദിയുള്ളവരാകും, നിങ്ങളെ അനുഗ്രഹിക്കും. അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പൈസ മാത്രം തന്നിട്ടല്ല, നമ്മൾ എന്തിനാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നമ്മൾ ഒരിക്കലും കംപ്ലൈനിങ് മൈൻഡ് സെറ്റിലേക്ക് പോവാതെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിൽ തന്നെ പോവാ. അത് നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കും. ഒരിക്കലും നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. എല്ലാവരും പറയുന്നത് സ്ട്രെസ് ഉണ്ട്. അത് നമ്മൾ തന്നെ വ്യക്തിക്കുന്ന. കാരണം നമ്മൾ മുന്നിൽ നമ്മൾ അനുഗ്രഹങ്ങൾ കാണില്ല. ഇന്ന് ഒരു സഹോദരി ഗ്രൂപ്പിൽ വന്ന് പറയുന്നുണ്ട്, ഒരു വീട്ട് കണ്ടിന്, ആ വീട്ടിന്റെ ഉള്ളിലെ അവസ്ഥ കണ്ടിന് അവർക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ചെറിയ വീട്, അതിന് ഉപമിച്ചത് ഒരു കബറിനെ പോലെയാണ്. അത്രക്കും ചെറിയ വീട്, ജനലുകൾ ചാക്കുകൊണ്ട് മറച്ചിട്ട്, നിലത്ത് സിമന്റ് ഒക്കെ പോയിട്ട്, അത്രയും ബുദ്ധിമുട്ട്. നമ്മളെല്ലാരും എങ്ങനെയാ ജീവിക്കുന്നത്? എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താ? കംപ്ലൈൻസ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക, നമ്മൾ നന്ദിയുള്ളവരാവുക. ലഇൻ ശകർതും ലഅസീദന്നകും, അത് മനസ്സിൽ അങ്ങ് പറഞ്ഞ് പഠിക്കുക തന്നെ ചെയ്യാം. അതിലൂടെ തന്നെ നമുക്ക് അൽഹംദുലില്ലാ എന്ന് തന്നെ നമുക്ക് എപ്പോഴും പറയാം. മക്കളോടായാലും ഭർത്താവിനോടായാലും നമുക്ക് ആരെന്ത് ചെയ്ത് തന്നാലും താങ്ക് യു, ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറയാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തണം. അത് നമുക്ക് ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. നമ്മൾ മാറണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാ, നമ്മുടെ അവയവങ്ങളുടെ, നമ്മൾ ഇന്റേണൽ, നമുക്കിപ്പോ പുറത്ത് അൽഹംദുലില്ലാ കൈയുണ്ട്, കാലുണ്ട്, നമ്മൾ ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ, ഹൃദയം, എല്ലാം ഒരു നിമിഷം നമുക്ക് ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മള് കിഡ്നി പേഷ്യൻസിന്റെ ഒക്കെ കഥ കേൾക്കുമ്പോ ഭയങ്കര സങ്കടം. ഒരു ഡയാലിസിസ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാ. അവർക്ക് കുടിക്കാനുള്ള വെള്ളം, ആ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചൊക്കെ കേട്ടപ്പോ, ചായ കുടിക്കുന്നത് അത് അവർക്ക് അന്ന് കുടിക്കുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെട്ടു. എന്തൊരു ചൂടാ നമ്മളെ നാട്ടിൽ വരാം. ആ സമയത്തൊക്കെ അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയും. നമുക്കിപ്പോ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കുടിക്കാം, നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ എന്നിട്ടും പരാതി തന്നെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും പരാതിയാ. ഇവർക്ക് എപ്പോഴും കംപ്ലൈന്റ് ആവരുത്. നമ്മൾ മാറ്റം കൊണ്ടുവരണം. നമ്മൾ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്, അൽഹംദുലില്ലാ സൃഷ്ടാവായ റബ്ബിനോട് നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയണം സഹോദരന്മാരെ. ചില ആളുകളുണ്ടാവും കാലുവേദന, കൈവേദന, പല വേദന. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ആർക്കും അങ്ങനെ പറയത്തക്ക വേദന, ബുദ്ധിമുട്ടും ഒന്നുമില്ല. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു, ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന എത്ര അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും അള്ളാഹുവിന് നന്ദിയുള്ളവരായിട്ടുള്ള അടിമയായിട്ട് മാറും. നമ്മൾ എപ്പോഴും ഇപ്പൊ നമുക്കറിയില്ല ഹസ്ബൻഡ് ഇല്ലാത്തവരുടെ വേദനകൾ, ബന്ധങ്ങൾക്കും മക്കളുള്ളവർക്ക് എപ്പോഴും പരാതിയായിപ്പോ, മക്കൾ ആവുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശരിക്കും നമുക്ക്
അവിടെ അൽഹംദുലില്ലാ പറയണം. പരാതി പറയാൻ നമുക്ക് നമ്മുടെ മക്കളില്ലേ? അതുകൊണ്ടല്ലേ, അല്ലാഹ് നമുക്ക് മക്കളെ തന്നത് കൊണ്ടല്ലേ. അതില്ലെങ്കിലോ? അപ്പൊ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാകുക. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ ഉമ്മ തന്നെ, നമ്മളെ ഉപ്പ തന്നെ, എത്ര മക്കളുണ്ട് പാരന്റ്സ് ഇല്ലാതെ, എത്ര ദമ്പതിമാരുണ്ട് മക്കളില്ലാതെ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സമ്പത്തോ സന്തോഷോ ആരോഗ്യം എന്തായിക്കോട്ടെ, അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നത് നമുക്കുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നന്ദി കാണിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താണെന്ന് നമുക്ക് അറിയില്ല. ക്ഷമയുള്ളവർക്കും എന്താണ് പ്രതിഫലം എന്നുള്ളത് അറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ക്ഷമയും നന്ദിയുള്ളവർക്ക് പ്രതിഫലം എന്താണ്, ആഖിറത്തിലും ദുനിയാവിലും എന്ത് പ്രതിഫല റബ്ബ് നമുക്ക് കരുതി വെച്ചെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിനോട് നന്ദി പറയാം. നന്ദി കാണിച്ചാൽ കൂടുതൽ അള്ളാഹു നമുക്ക് നൽകും. അതുപോലെ തന്നെയാണ് നമ്മൾ നന്ദി കേട് കാണിച്ചാൽ അത് ഭയങ്കര നമ്മളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എടുത്തു കളയും. നമുക്ക് ഇത്രയും തന്നിട്ടും നമ്മൾ പരാതിയാണ് പറയുന്നതെങ്കിൽ അള്ളാഹു പറയും, നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടൊന്നും അത് വർദ്ധിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇത്. നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മള് ചെറിയൊരു ഇതിന്റെ പേരിൽ നമ്മളെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലോ, നമ്മുടെ മക്കൾക്ക് പരാതി തന്ന അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ പറയുന്നതിന് പകരം പരാതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഇൻ ശകർതും ലഅസീദന്നകും എന്ന് പറഞ്ഞു കഴിഞ്ഞപാട് അള്ളാഹ് പറയുന്നുണ്ട്, വല ഇൻ കഫർതും ഇൻ അദാബിൻ ലശദീദ്. നിങ്ങൾ നന്ദി കേട് കാണിച്ചുവെങ്കിൽ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായത് തന്നെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കട്ടെ നമുക്ക്. ഇനി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുമ്പോൾ നമ്മള് മനസ്സ്, നമ്മുടെ നാവ്, ഹൃദയം എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നന്ദി പറയുമ്പോൾ വേറൊരാളും കൂടിയുണ്ട് മാറുന്നത്, നമ്മുടെ ബ്രെയിന്. ആ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റാൻ നമുക്ക് വരാൻ നോക്കാം. സന്തോഷം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോണുകളുണ്ട് പുറത്തു വരും നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ. ഡോപ്പമൈൻ, സെറോട്ടോണിൻ, അങ്ങനെ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. നമ്മളില് നന്ദി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷവും ആത്മവിശ്വാസം എല്ലാം ഉണ്ടാക്കും ആ ഹോർമോൺ. നമ്മൾ തന്നെ ഹാപ്പി ആവും. നമ്മൾ ലേസി ആയിട്ട് നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ മടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ അത് ബാധിക്കും. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഹംദോടുകൂടി ഇരുന്ന് നോക്കി നമ്മളെ മൈൻഡ്, നമ്മളെ ബ്രെയിന് പോസിറ്റീവായി മാറും. അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും. നിരന്തരം പരാതി പറയുമ്പോൾ നമ്മുടെ ഉള്ളില് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, അത് കൂടും. അത് കൂടിയാൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് മൈൻഡ് കംപ്ലൈനിങ് മോഡിലേക്കും, അത് നമ്മളറിയാതെ നമ്മൾ ചില സമയം വിചാരിക്കും നമുക്ക് മാറണം, പക്ഷെ നമ്മളെ ബ്രെയിനൊന്നും അതിന് റെഡിയല്ല. കാരണം നമ്മുടെ പരാതികളിലല്ലേ ഉള്ളത്. നമ്മളെ ഉള്ളിലെ കോർട്ടിസോൾ അവിടെ അങ്ങ് ഹൈ ആയിട്ട് കിടക്കല്ലേ ഇത്. നമ്മൾ നന്ദി പറയാ, ശുക്ർ പറയാ, ഇസ്തിഗ്ഫാർ ചെയ്യാ, എല്ലാം ചെയ്ത് നമ്മൾ എന്താക്കുക, നമ്മുടെ ഉള്ളിലുള്ള വിഷമമുള്ള എല്ലാ ഹോർമോൺസിനെയും അങ്ങ് ഡൗൺ ആക്കി ഡോപ്പമിനും സെറോട്ടോണിനും എല്ലാം കൂട്ടി നമ്മളെ ബ്രെയിനിനെ ഒന്ന് ആക്റ്റീവ് ആക്കുക. ഓർമ്മശക്തി വർദ്ധിക്കും. ഭയം, ആങ്സൈറ്റി, ഇപ്പൊ ഉള്ള പുതിയ വാക്കുകൾ, ആങ്സൈറ്റി, പേടി, എല്ലാം അതൊക്കെ നമ്മൾ ഈ നന്ദിയിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാ ഒരു അൽഹംദുലില്ലാ പറയുന്നത് കൊണ്ട്. അതൊക്കെ ഭയം, ആങ്സൈറ്റി എല്ലാം കുറയുന്നു. അപ്പൊ നമുക്ക് സന്തോഷം, സ്നേഹം എല്ലാം ഉണ്ടാവും. ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവും. നമ്മള് ചില ആൾക്കാർ പറയുന്നത്, ഈവൻ ഞാൻ പോലും മുമ്പൊക്കെ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പൊക്കെ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു. നമുക്ക് ആ പൊട്ടിത്തെറി എല്ലാം വരുന്ന നമ്മൾ തന്നെ വിചാരിക്കും വേണ്ട പൊട്ടിത്തെറിക്കണ്ട, എന്നാലും നമ്മൾ പിടിച്ചു നിന്നിട്ട് അവസാനം നമ്മൾ പൊട്ടിത്തെറിച്ചു പോയി. അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊടുത്ത കോർട്ടിസോളിന്റെ എല്ലാം പ്രശ്നമാണ്. നമ്മുടെ അവിടെ പരാതിയായിട്ട് നമ്മളെ ബ്രെയിൻ എപ്പോഴും പരാതിയല്ലേ കേൾക്കുന്നത്. എനിക്കിതില്ല എന്നുള്ള ഒരു പരാതിയല്ലേ കേൾക്കുന്നത്. അത് മാറ്റി എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നെ.
അങ്ങനെയാകുമ്പോ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും മാറും. നമുക്ക് എല്ലാം അൽഹംദുലില്ലാ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടൂല. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും എല്ലാവർക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക. നമ്മുടെ കംപ്ലൈന്റ് മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റുക. നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാനും ക്ഷമയോടെ പെരുമാറാനും എല്ലാം നമുക്ക് പറ്റും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മുടെ ഈ സ്ട്രെസ്സും ഇതൊക്കെ മാറി നമ്മൾ നല്ലൊരു മൈൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഉറങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി രോഗം മാറി. നന്ദിയുള്ളവരെന്നാ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇന്ന് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഉണ്ടായത്. എഴുതാം, ജേർണലിങ്. അതും നമുക്കൊരു ക്ലാരിറ്റിയാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറെ ദിവസം കുറച്ച് കാലങ്ങൾ എടുത്തിട്ട് നോക്കിയേ, ഒരുപാടുണ്ടാവും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. നമ്മൾ ഡെയിലി അല്ലാഹ് നമുക്ക് ഇന്ന് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ രാത്രി നമ്മൾ അത് വായിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനോട് നമ്മൾ പരാതിയല്ല പറയുന്നത്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാ. ശരിക്കും അതെല്ലാം നമ്മളിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കും. നമുക്ക് നന്നായിട്ട് ഉറങ്ങാം, സ്ട്രെസ് കുറയും. അപ്പോഴും നമ്മളെ പ്രഷറുള്ളവർക്ക് പ്രഷറും എല്ലാം നോർമലാവും. രോഗപ്രതിരോധ ശേഷിയും എല്ലാം മാറും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോഴല്ലോ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് വരുന്നു. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ ഇത് എന്റെ റബ്ബിൽ നിന്നാണ്, അല്ലാഹ് എന്തോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലാഹ് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിഷമങ്ങൾ തന്നെ. അൽഹംദുലില്ലാ. എത്ര മനോഹരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണേ. നമ്മൾ നന്ന ടെൻഷനായി നമ്മളെല്ലാം ബേജാറാക്കുന്ന ആളാണെങ്കിൽ നമുക്കത് എത്തൂല. പക്ഷെ നമ്മൾ ചെറിയ മക്കളോടും വീട്ടിലുള്ളവരോടും എല്ലാവരോടും എപ്പോഴും നന്ദി നന്ദി, താങ്ക് യു എന്ന് പറയുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നകും, നമുക്ക് അത് പറയാനുള്ള ഒരു കഴിവ് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. നമ്മളുടെ അഹങ്കാരം കുറയും. കാരണം ഇതൊന്നും എന്റെ കഴിവല്ല, ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം എന്റെ പടച്ച റബ്ബ് തന്നതാണ്. ഇത് എനിക്ക് അല്ലാഹ് തന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ വന്നാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല, നന്ദി ഉണ്ടാവൂ. നമ്മൾ ഹമ്പിൾ ആകും. നമ്മളിൽ നിന്ന് അഹങ്കാരം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഹമ്പിളായി, നമ്മൾ എത്ര വിനയാവും. നമുക്ക് ആരോടും സംസാരിക്കാം. നമ്മൾ നമ്മളിൽ തന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഇസ്ലാമില് നന്ദിക്കുള്ള പ്രാധാന്യം മനസ്സിലായ സഹോദരന്മാരെ, നമ്മളെപ്പോഴും കേൾക്കാം ഗ്രാറ്റിറ്റ്യൂഡ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ ഒരു മണിക്കൂറിൽ നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും നമ്മുടെ വീടും കിടന്നുറങ്ങാൻ ഒരു വീടും ഉണ്ടെങ്കിൽ അത് നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദിയുള്ള ഒരാൾക്ക് എന്ത് പ്രോബ്ലംസും വന്നാലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത് നന്ദിയില്ലാത്ത പരാതിയുള്ള ആൾക്കാരെന്നെങ്കിൽ അവർക്ക് സൊല്യൂഷൻ ഉണ്ടാവും, അവർക്ക് പ്രോബ്ലംസേ ഉണ്ടാവും. അവർക്ക് ഒരിക്കലും എല്ലാ പ്രോബ്ലംസും അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ നന്ദിയുള്ള ആൾക്ക് അയാളുടെ മൈൻഡ് സെറ്റ് കൂളായിരിക്കും. അവരെന്താക്കാ, ഒരു പ്രോബ്ലം വന്നാൽ അതിന്റെ സൊല്യൂഷൻ എന്താ, ഇതിൽ നിന്ന് എനിക്ക് എന്റെ റബ്ബ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക ചെയ്യാം. നമുക്കെപ്പോഴും പരാജയത്തിൽ നമ്മൾ പ്രതീക്ഷ കാണും, ഇതിലെന്തോ ഹൈറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നന്ദിയുള്ള ജീവിതം, സമ്പന്നമായ ജീവിതം, മനസ്സിന് സമാധാനം ലഭിക്കും. നന്ദിയുള്ള മനസ്സ് പരാതികൾ കുറക്കുന്നു, നെഗറ്റീവ് ചിന്തകൾ കുറക്കുന്നു. എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന തോന്നലും എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ള തോന്നലും എല്ലാം മാറും. നമ്മളെല്ലാവരും കംപ്ലൈന്റിങ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് മാറിയാൽ തന്നെ നമുക്ക് നല്ല സമാധാനം ലഭിക്കുന്നു. നമ്മുടെ എല്ലാ സ്ട്രെസ് ലെവലും എല്ലാം മാറ്റി അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാം. നമ്മൾ നന്ദിയുള്ളവരാണ്, നമ്മുടെ ഹൃദയം നന്ദിയുള്ളതാണ്. ഇതെല്ലാം നൽകിയ റബ്ബിന് നമുക്ക് അൽഹംദുലില്ലാ പറയാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്ന ഇബാദതിക. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നന്ദി പറയാനും നന്നായി ആരാധിക്കാനും നീ ഞങ്ങളെ സഹായിക്കണേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.